സ്റ്റോറിയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വെളിച്ചം വീശുന്നത് വ്യാപകമായി നടന്നിട്ടുള്ള അത്തരം തട്ടിപ്പുകളിലേക്കാണ്. കേരളത്തിലുള്ള ആയിരക്കണക്കിന് വരുന്ന ക്ഷേത്രങ്ങളിൽ ഏറിയ പങ്കിലും നടന്നിരിക്കാൻ സാധ്യതയുള്ള കവർച്ചകളിലേക്കുള്ള ശ്രദ്ധ ക്ഷണിക്കൽ കൂടിയാണത്. അത് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഒരു പരാമർശം. ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാൻ പ്രത്യേക നിയമം വേണമെന്നാണ് കോടതി ഇന്ന് പറഞ്ഞത്. ഇന്നത്തെ പ്രൈം സ്റ്റോറി, ക്ഷേത്രം കാക്കാൻ നിയമം വരും. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ മാതൃഭൂമി ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ ഒട്ടേറെ ക്ഷേത്രങ്ങളിലെ തട്ടിപ്പുകൾ പുറത്തു വന്നിരുന്നു. ആഭരണങ്ങൾ, ദേവതമാരുടെ മറ്റ് ഉടയാടകൾ തുടങ്ങി ക്ഷേത്രത്തിലെ പലതും നഷ്ടപ്പെട്ടിട്ടും വേണ്ട വിധത്തിലുള്ള അന്വേഷണമോ നടപടികളോ ഉണ്ടായിട്ടില്ല. പലയിടങ്ങളിലും എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയുമാണ് വിശ്വാസികൾ. തീർന്നില്ല. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ഭൂമിയിൽ ഏകദേശം 24,000 ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടു എന്നാണ് കണക്ക്. ഒരു നടപടിയും എടുക്കാതിരുന്ന ബോർഡിനെ നിയമസഭാ സമിതി തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്ത് ഫലമാണ് ഉള്ളത്? ഇപ്പോഴിതാ ഈ പറഞ്ഞതെല്ലാം വളരെ നിർണായകമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ കോടതിയെ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാൻ പ്രത്യേക നിയമം വേണം. ദേവസ്വം മാനുവൽ കൊണ്ട് കാര്യമില്ല. സർക്കാർ ഗൗരവമായി തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. കടുത്ത ശിക്ഷ നിയമത്തിൽ കൊണ്ടുവരണമെന്നും ഹൈക്കോടതി പറയുന്നു. ഏത് സാഹചര്യത്തിലാണ് കോടതിയുടെ ഈ നിർദ്ദേശം? എന്താണ് കോടതി പറഞ്ഞതെന്ന് ബിനിൽ നമ്മളോട് വിശദമാക്കും. ബിനിൽ, വളരെ കൃത്യമായ ഒരു നിർദ്ദേശം കോടതി മുന്നോട്ട് വയ്ക്കുകയാണ്. ഒരുപക്ഷെ പലയിടങ്ങളിൽ നിന്നായി പലപ്പോഴും ഉയർന്നിട്ടുള്ള ചില വാദങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിർദ്ദേശം. എന്താണ് കോടതിയിൽ സംഭവിച്ചത്? എപ്പോഴായിരുന്നു കോടതി ഈ വിഷയം ഉന്നയിച്ചത്? ദിവിഷ, ഇതൊരു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല. കാരണം നമുക്കറിയാം, സംസ്ഥാനത്തെ ഒരുപാട് ക്ഷേത്ര സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നുണ്ട്, കൊള്ളയടിക്കപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ മുതലുകൾ അത് പല തരത്തിൽ നഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം തന്നെ സർക്കാരിന് മുന്നിൽ വച്ചിരിക്കുന്നത്. ഇന്ന് ഈ ക്ഷേത്ര സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണെങ്കിൽ ദേവസ്വം ബോർഡ് മാനുവൽ മാത്രമാണുള്ളത്. ആ മാനുവൽ ലംഘിച്ചാൽ പരമാവധി ചെയ്യാൻ കഴിയുന്നത് ആ ലംഘിക്കുന്നവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുക എന്നത് മാത്രമാണ്. ആ മാനുവൽ ലംഘനം ഒരു ക്രിമിനൽ കുറ്റമായി മാറുന്നില്ല. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത്, ഈ ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക നിയമം തന്നെ ഈ നാട്ടിൽ വേണം. ആ നിയമനിർമ്മാണത്തിലേക്ക് സർക്കാർ പോകണം. വളരെ ഗൗരവത്തോടുകൂടി ഇക്കാര്യം ചിന്തിക്കണം. പ്രത്യേകിച്ച് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയും അതിന്റെ വ്യാപ്തിയും ഒക്കെ പുറത്തു വരുമ്പോൾ ഈ നിയമം ഉണ്ടായിരുന്നുവെങ്കിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകാൻ കഴിയുമായിരുന്നു. അപ്പോൾ ശക്തമായ ശിക്ഷാ സംവിധാനങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു നിയമം വേണം. അത് സർക്കാർ അടിയന്തരമായി പരിഗണിക്കണം എന്നൊരു ആവശ്യമാണ് കോടതി മുന്നോട്ട് വെച്ചത്. ഇന്ന് കോടതിയിൽ ഈ സ്വർണ്ണക്കൊള്ള കേസ് പരിഗണിക്കുമ്പോൾ ഹാജരായിരുന്നത് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ്. അദ്ദേഹത്തോടാണ് കോടതി പറഞ്ഞത്, ഈ കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം, സർക്കാരിനോട് ഇക്കാര്യം ആവശ്യപ്പെടണം എന്ന നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയാണ്. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വലിയ വിവാദമായി, രാഷ്ട്രീയ വിവാദമായി വാളിക്കത്തുകയാണ്. ഈ സർക്കാർ ചെയ്തില്ല എങ്കിൽ ഇനി സർക്കാർ മാറി വന്നാൽ മറ്റൊരു സർക്കാരിനും പരിഗണിക്കേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത്. ഒരുപക്ഷെ ഇനി രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഈ നിയമനിർമ്മാണമൊക്കെ വേണമെങ്കിൽ അവർ അജണ്ടയിൽ തന്നെ ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അത്തരത്തിലാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നത്. എന്തായാലും നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. എളുപ്പത്തിലൊരു നിയമനിർമ്മാണത്തിലേക്ക് പോകാൻ കഴിയില്ലെങ്കിലും അതിൻ്റെ ആദ്യപടിയൊക്കെ വേണമെങ്കിൽ സർക്കാരിന് തുടങ്ങി വെക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാരാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇടത് മുന്നണിയുമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ നിലപാട് വ്യക്തമാക്കേണ്ടത്. ശരിയാണ്. സർക്കാരിന്റെ മുന്നിലേക്ക് അതീവ പ്രാധാന്യമുള്ള ഒരു നിർദ്ദേശം കോടതി വച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു നിയമത്തെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അത് സാധ്യമാക്കാൻ, പ്രാബല്യത്തിൽ വരുത്താൻ ഏത് മുന്നണിക്ക്, ഏത് സർക്കാരിന് സാധിക്കും എന്ന് നമ്മൾ കാത്തിരുന്ന് കണ്ടേ മതിയാകൂ. വലുതും ചെറുതുമായ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ ഭൂമിയുടെ രേഖകളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്താൽ ഇനിയും ഞെട്ടുന്ന കണക്കുകൾ പുറത്തു വരും. കയ്യേറിയ സ്ഥലങ്ങളിൽ ഇന്ന് വീടുകളും കച്ചവട സ്ഥാപനങ്ങളും വരെ ഉണ്ടാകും. നഷ്ടപ്പെട്ടത് കിട്ടിയില്ല എങ്കിലും ഇപ്പോഴുള്ളത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ജാഗ്രതയെങ്കിലും നമ്മുടെ ദേവസ്വം ബോർഡുകൾക്കും ക്ഷേത്ര ഭരണസമിതികൾക്കും ഉണ്ടാകട്ടെ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായി തടവിലായ ഒരാൾക്ക് പോലും ജാമ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ വീണ്ടും ജാമ്യം തേടി ഹൈക്കോടതിയിലെത്തി. 52 ദിവസമായി ജയിലിലാണെന്നും ഇനിയെങ്കിലും കരുണ കാണിക്കണമേ എന്നുമാണ് എ പത്മകുമാർ ഹൈക്കോടതിയിൽ പറഞ്ഞത്. പിത്തള വെട്ടി ചെമ്പാക്കി എന്നതാണ് അപരാധമായി പറയുന്നത്. ഒന്നും അറിയാതെ ചെയ്തു പോയതാണെന്നും പത്മകുമാർ ഹൈക്കോടതിയിൽ വാദിക്കുന്നുണ്ട്. എന്നാൽ കോടതി പറയുന്നത്
ഇത് ഗുരുതരമായ അപരാധമാണ് എന്ന് തന്നെയാണ് കോടതി പത്മകുമാറിനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞത്. മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസ്, അദ്ദേഹത്തിനും കിട്ടി കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനം. പ്രതി ചേർത്തപ്പോൾ മുതൽ ആശുപത്രിയിൽ പോയി കിടക്കുകയാണ്. എന്തൊക്കെ അസംബന്ധങ്ങളാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് എന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിക്കുന്നുണ്ട്. വിടുന്നില്ല, ദേവസ്വം ബോർഡിനെയും ഹൈക്കോടതി രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട്. എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത് എന്തിനാണ് എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. ദേവസ്വം ബോർഡിന് പിന്നെ എന്താണ് പണി? ഇതിനെക്കുറിച്ചും ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബിനിൽ, വളരെ ഓരോ ഇഴകീറി പരിശോധിച്ച് തന്നെയാണ് കോടതി ഇക്കാര്യത്തിൽ ഓരോ നിലപാടും ഓരോ നിരീക്ഷണവും നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാതെ തന്ത്രി വരെ അകത്തു പോയപ്പോൾ പുറത്തുള്ള ആളുകളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ രാഷ്ട്രീയ കോണുകളിൽ നിന്ന് തന്നെ, നേതാക്കളിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നത് നമ്മൾ കണ്ടു. എന്തൊക്കെയായിരുന്നു, ആർക്കൊക്കെ എതിരെയായിരുന്നു കോടതി ഇന്ന് ഉന്നയിച്ചത്? ദിവിഷ, ഇന്ന് പ്രധാനമായും 3 കൂട്ടർക്കാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം നേരിടേണ്ടി വന്നത്. ഒന്ന്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനാണ്. അദ്ദേഹം ഇന്ന് കോടതിയിൽ ജാമ്യം കിട്ടാൻ വേണ്ടി പറഞ്ഞത് 52 ദിവസമായി ജയിലിൽ കഴിയുകയാണ്, ഇനിയെങ്കിലും കരുണ കാണിക്കണം, തന്നെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം, ഏത് വ്യവസ്ഥ വേണമെങ്കിലും അംഗീകരിക്കാൻ തയ്യാറാണെന്നും A. പത്മകുമാർ കോടതിയിൽ താണ് കേൺ അപേക്ഷിക്കുകയാണ് ചെയ്തത്. ശബരിമലയിലേക്ക് പോവേണ്ട എന്ന് പറഞ്ഞാൽ താൻ അതിനും തയ്യാറാണ്. ഇനി SIT പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞാൽ ആ നിബന്ധനയും അംഗീകരിക്കാം. ഇനി തന്നെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജാമ്യം നൽകണം എന്നൊരു ആവശ്യമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. തന്റെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ബോർഡിന് മുന്നിൽ വന്ന ആ കുറിപ്പിൽ പിത്തള എന്നത് വെട്ടി ചെമ്പെന്നെഴുതി അത് ഒരു അപരാധമായി ചിത്രീകരിക്കുകയാണ് എന്നതാണ് കോടതിക്ക് മുന്നിൽ A. പത്മകുമാറിന് പറയാനുണ്ടായിരുന്നത്. പത്മകുമാറിന്റെ ആ വാദങ്ങളെ അപ്പോൾ തന്നെ ഹൈക്കോടതി തിരുത്തുകയും ചെയ്തു. ഇത് ഒരു അപരാധമല്ല, വലിയ അപരാധമാണ് എന്ന് ജസ്റ്റിസ് B. ബദറുദ്ദീൻ പത്മകുമാറിനെ ഓർമ്മപ്പെടുത്തി. കാരണം ഈ ചെമ്പ് പാളികൾ എന്ന് എഴുതി വെച്ചെടുത്താണ് ഈ എല്ലാ കാര്യങ്ങളും നടന്നത്. നേരത്തെ സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്ന് എഴുതിയിരുന്നെങ്കിൽ എന്ത് കുഴപ്പമുണ്ടാകുമായിരുന്നു എന്ന ചോദ്യമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തത് കുറ്റമല്ല, അറിയാതെ സംഭവിച്ചു പോയതാണ് എന്നതായിരുന്നു A. പത്മകുമാറിന് പറയാനുണ്ടായിരുന്ന ന്യായം. അതോടൊപ്പം തന്നെ കുറ്റം ചെയ്യാനാണെങ്കിൽ എത്രത്തോളം സൂക്ഷ്മതയോടെ അത് ചെയ്യാമായിരുന്നു എന്നുകൂടി വേണമെങ്കിൽ അദ്ദേഹം പറഞ്ഞു വെച്ചു. പക്ഷെ കോടതി പറഞ്ഞത് അതിബുദ്ധിമാനായ ഒരാൾ ബുദ്ധിപൂർവ്വം വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ച് ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഒരു ഡിഫൻസ് എടുക്കാനും ഇത് ഉപയോഗിക്കാമല്ലോ എന്നൊരു മറു ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പത്മകുമാർ കഴിഞ്ഞാൽ പിന്നെ വിമർശനം ഏറ്റുവാങ്ങിയത് അദ്ദേഹത്തോടൊപ്പം ബോർഡിലുണ്ടായിരുന്ന KP ശങ്കരദാസാണ്. ശങ്കരദാസിനെ ഈ കേസിൽ പ്രതിയേർക്കുന്നത് തന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ കടുത്ത വിമർശനങ്ങൾക്ക് പിന്നാലെയാണ്. കഴിഞ്ഞ ഡിസംബർ 19 ആ ഉത്തരവ് ആരും മറന്നിട്ടുണ്ടാവില്ല. അതിനുശേഷം ഡിസംബർ 24 ശങ്കരദാസിനെ ഈ കേസിൽ പ്രതിയേർക്കുന്നത്. ഇതുവരെ ശങ്കരദാസിന്റെ അറസ്റ്റ് നടന്നിട്ടില്ല. അതിലാണ് കോടതി ചോദിച്ചത്, പ്രതി ചേർത്ത പിന്നാലെ ശങ്കരദാസ് നേരെ പോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? ശങ്കരദാസിന്റെ മകൻ മുതിർന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത്? എന്തൊക്കെ അസംബന്ധങ്ങളാണ് നാട്ടിൽ നടക്കുന്നത്? ഇതിനോടൊന്നും ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞു വെച്ചു. പിന്നീട് വന്നത് ദേവസ്വം ബോർഡിന്റെ ഊഴം തന്നെയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ വലിയ സൗകര്യങ്ങൾ നൽകിയതിൽ എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചു കൊടുത്തതിലാണ് ദേവസ്വം ബോർഡിന് വലിയ പഴി കേൾക്കേണ്ടി വന്നത്. ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നപ്പോൾ ഈ പൊതുസമൂഹം ഉന്നയിച്ച അതേ വിമർശനങ്ങൾ കൂടുതൽ കടുത്ത സ്വരത്തിൽ ഹൈക്കോടതി പറയുകയായിരുന്നു. അതായത് എന്തിനും ഏതിനും പോറ്റിയാണ് എങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ ദേവസ്വം ബോർഡ് എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഇന്ന് ഉയർത്തിയത്. പോറ്റി ആരാണെന്ന് ചോദിച്ചാൽ ആരുമല്ല, പക്ഷേ എല്ലാമാണ്. അതാണ് ശബരിമലയിൽ ദേവസ്വം ബോർഡിന് വലിയ പഴി കേൾക്കേണ്ടി വന്നത്. എന്തായാലും ഈ ജാമ്യ ഹർജികളൊക്കെ ഹൈക്കോടതി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. ആ വിധി പ്രസ്താവം പുറത്തു വരുമ്പോഴായിരിക്കും ഇനി കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം വ്യക്തമാകുക.